എന്തിനും ഒരു പ്രചോദനം ആവശ്യമാണ്, ഇൻസ്പിറേഷൻ. പ്രവർത്തിക്കുവാനും അതുവഴി നേട്ടങ്ങൾ വാരി കൂട്ടുവാനുമുള്ള പ്രചോദനം അത് കിട്ടേണ്ടത് സ്വന്തം മനസ്സിൽ നിന്ന് തന്നെയാണ്. എന്നാൽ അത് എല്ലാവർക്കും കിട്ടുന്നില്ല. ഭൂരിഭാഗം പേരും നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതിൽ വിമുഖരാണ്. അവർ പ്രവർത്തിക്കുന്നില്ല. മാർഗങ്ങൾ ഉണ്ടായാലും സാധ്യതകൾ ഉണ്ടായാലും അവ പ്രയോഗത്തിൽ വരുത്താതെ ഒഴിഞ്ഞു മാറുന്ന ഇവരെപ്പറ്റി മനഃശാസ്ത്രജ്ഞന്മാർ പ്രത്യേകം പഠിച്ചു വരുന്നു. ജീവിതത്തിൽ എന്തെങ്കിലും കൈവരിക്കണമെന്ന ഉദ്ദേശത്തോടെ മുന്നോട്ടു പോകുന്നവർ വളരെ വിരളമാണ്. സംസ്കൃതത്തിൽ ഇപ്രകാരം ഒരു പദ്യമുണ്ട്: മുക്താഭിമാനി മുക്തോഹി ബദ്ധോ ബദ്ധാഭിമാന്യപി കിംവദന്തീതി സത്യയം യാമ തിസ്സാഗതിർഭവേത്. ആർ ഞാൻ മുക്തനാണ് എന്ന് അഭിമാനത്തോടുകൂടി സർവദാ ജാഗരൂകനായിരിക്കുന്നു, അയാൾ മുക്തനാകും. ആർ ഞാൻ ബദ്ധനാണ് എന്ന് വിചാരിക്കുന്നു, അയാൾ എന്നും ബദ്ധനായിരിക്കും. മതി അനുസരിച്ച് ഗതിയുണ്ടാകും. ആദ്യം മനസ്സാണ് നന്നാവേണ്ടത് എന്നാണ് ഈ പദ്യ ശകലത്തിൻ്റെ അർത്ഥം. നമ്മുടെ ചിന്ത ഏത് രൂപത്തിലാണോ അതനുസരിച്ച് നാം പ്രവർത്തിക്കുന്നു. കാര്യങ്ങൾ നന്നായി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് മോട്ടീവ് എ വിഭാഗത്തിൽ പെട്ടവർ. അതുകൊണ്ട് അവർ നന്നായി പ്രവർത്തിക്കുന്നു. നമ്മുടെ മനസ്സ് ഏത് വിധത്തിൽ പ്രവർത്തിക്കുന്നു, ഏത് നിലയിലാണ് നമ്മുടെ മനസ്സ്, അതനുസരിച്ച് മാത്രമേ നമുക്ക് മുൻപോട്ട് പോകുവാനായിട്ട് കഴിയുകയുള്ളൂ. വിശുദ്ധ ബൈബിളിൽ യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ യെരുശലേമിൽ ബെത്സയിദ എന്നൊരു കുളം ഉണ്ടായിരുന്നു. ആ കുളത്തിൻ്റെ കരയിൽ ധാരാളം രോഗികൾ കിടന്നിരുന്നു. ഏതെങ്കിലും ഒരു സമയത്ത് ദൈവത്തിൻ്റെ ദൂതൻ വന്ന് ആ കുളം കലക്കും. കുളം കലങ്ങുന്ന സമയത്ത് ഏത് വ്യാധി പിടിച്ച ആളായിരുന്നാലും ആ കുളത്തിൽ ഇറങ്ങിയാൽ അവർക്ക് സൗഖ്യമുണ്ടാകും. അതായിരുന്നു ആ കാലത്ത് ഉണ്ടായിരുന്ന ഒരു സംഭവമാണ് അവിടെ വിവരിച്ചിരിക്കുന്നത്. എന്നാൽ 38 വർഷം ഈ കുളത്തിൻ്റെ കരയിൽ സൗഖ്യത്തിന് വേണ്ടി കിടന്ന ഒരു മനുഷ്യനെ കുറിച്ച് അവിടെ പ്രതിപാദിക്കുന്നുണ്ട്. 38 വർഷമായിട്ടും ആ മനുഷ്യന് സൗഖ്യം വന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കർത്താവായ യേശു ക്രിസ്തു ഈ ബെത്സയിദ കുളത്തിൻ്റെ കരയിലേക്ക് ചെല്ലുന്നത്. ആ രോഗിയെ കണ്ടിട്ട് യേശു അവനോട് പറഞ്ഞു, സൗഖ്യമാകുവാൻ നിനക്ക് മനസ്സുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അവൻ 2 കാര്യങ്ങളാണ് യേശുവിനോട് പറഞ്ഞത്. കർത്താവേ, ഈ കുളം കലങ്ങുന്ന സമയത്ത് എന്നെ ഈ കുളത്തിൽ ഇറക്കുവാൻ എനിക്ക് ആരുമില്ല. രണ്ടാമതവൻ പറഞ്ഞത്, ഞാൻ തന്നെ എങ്ങനെയെങ്കിലും ഏത് വിധേനയിലും ഇറങ്ങാമെന്ന് കരുതി ചെല്ലുമ്പോൾ എനിക്ക് മുൻപായി മറ്റൊരുത്തൻ ആ കുളത്തിൽ ഇറങ്ങുന്നു. അതുകൊണ്ട് എനിക്ക് ഇറങ്ങുവാൻ നിവൃത്തിയില്ല, എനിക്കിതുവരെ സൗഖ്യമാകുവാനും കഴിഞ്ഞിട്ടില്ല എന്നാണ് ആ മനുഷ്യൻ യേശുവിനോട് പറഞ്ഞത്. പക്ഷേ ആ മനുഷ്യൻ്റെ വാക്ക് യേശു മുഖവിലക്കെടുത്തില്ല. യേശു അവനോട് പറഞ്ഞത്, സൗഖ്യമാകുവാൻ നിനക്ക് മനസ്സുണ്ടോ എന്ന് ചോദിച്ചു. ആ ചോദ്യത്തിൽ അതിൻ്റെ അർത്ഥം ആ മനുഷ്യന് മനസ്സിലായി. കാരണം മനസ്സ് വെച്ചിരുന്നുവെങ്കിൽ അവൻ ആ കുളത്തിൽ ഇറങ്ങി സൗഖ്യം പ്രാപിക്കാമായിരുന്നു. പക്ഷേ 38 കൊല്ലവും അവൻ സൗഖ്യമാകാതെ പോയത് അവൻ്റെ കുറ്റം തന്നെയാണ്. അവന് മനസ്സില്ലായിരുന്നു. അതുകൊണ്ടാണ് കർത്താവ് ചോദിച്ചത്, നിനക്ക് മനസ്സുണ്ടോ എന്ന്. അപ്പോൾ അവന് കാര്യം മനസ്സിലായി. എന്നാൽ നിന്റെ കിടക്കയെടുത്ത് നടക്ക എന്ന് പറഞ്ഞു. അവന് കിടക്കയെടുത്ത് നടന്ന് വീട്ടിലേക്ക് പോയി. അവന് സൗഖ്യം കിട്ടി. അപ്പോൾ അവൻ മനസ്സ് വെച്ചപ്പോൾ യേശുവിൻ്റെ വാക്കിൽ വിശ്വസിക്കുവാൻ, യേശുവിൽ ആശ്രയിക്കുവാനും അവൻ്റെ പോരായ്മകളും അവൻ്റെ ബലഹീനതകളും അവൻ്റെ കുറവുകളും അവൻ്റെ ഒഴികഴിവുകളും അവൻ്റെ മുടന്ത ന്യായങ്ങളും കർത്താവിന് മുൻപാകെ വില പോയില്ല. യേശു പറഞ്ഞ വാക്ക് കേട്ട് വിശ്വസിച്ച് അവൻ പ്രവർത്തിച്ചപ്പോൾ അവന് സൗഖ്യമാകുവാനായിട്ട് കഴിഞ്ഞു. പക്ഷേ അവൻ യേശുവിൻ്റെ വാക്ക് കേട്ട് പ്രവർത്തിക്കുവാനും കിടക്കെടുക്കുവാനും ഭവനത്തിലേക്ക് പോകുവാനും മനസ്സ് വയ്ക്കാതിരുന്നുവെങ്കിൽ അവന് അന്നും ഇന്നും ആ കുളത്തിൻ്റെ കരയിൽ അവൻ്റെ ആയുഷ്കാലം മുഴുവനും ചിലവഴിക്കേണ്ടി വരുമായിരുന്നു. എന്നാൽ അവന് മനസ്സ് വെച്ചപ്പോൾ സൗഖ്യമാകുവാനും കഴിഞ്ഞു. ഇതുപോലെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നാം മനസ്സ് വയ്ക്കുന്നുവെങ്കിൽ അസാധ്യമായി യാതൊന്നുമില്ല. ആകയാൽ ഈ ലഘു പ്രഭാഷണം നാം ശ്രദ്ധിച്ചല്ലോ. ദൈവശാസ്ത്രപരമായും മനഃശാസ്ത്രപരമായ സന്ദേശമാണ് നിങ്ങൾ കേട്ടത്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.
താങ്ക് യു.